കിജിലേക്ക് കിടക്കാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്, എല്ലാം കിഴിക്കാത്തുണ്ട്. കീഴിലേക്ക് പോകാം. ഞാനേ കിജ് എന്ന് പറഞ്ഞതുകൊണ്ടേ ഈ എങ്ങാനും കിജ് എന്ന് പറയുമെന്ന് ഞാൻ കരുതി. ഞാൻ തരം താഴൊന്നുമില്ല. എന്താ കിജ്, കജ്, പുജ്, പിന്നെന്തൊക്കെയാണ് പജ്, ഇജ്, മുജ്, ഇതൊക്കെ ഞങ്ങൾ മലപ്പുറക്കാരുടെ സ്പെഷ്യൽ സാധനമാണ്. അറിയാഞ്ഞിട്ടല്ല, മനസ്സിലായോ? എന്താ അറിയണല്ലോ. ഈ മലപ്പുറംകാരനല്ലേ? ആണോ? ഈ വേറെ എവിടുന്നേലും വന്ന ആയിരിക്കും. നമ്മളെവിടുന്ന് വന്നാ നമുക്ക് അറിഞ്ഞൂടല്ലോ. ടൈല് ദൈവമേ, മൂർഖമ്പാവിനെയാണല്ലോ ചവിട്ടിയത്. ഫിലോസഫി. ഹെഡാണ് കേട്ടോ, ഹെഡാണ്. മൂഞ്ചീക്കണ് ഇജ് മുണ്ടണ്ട ചെഞ്ഞ്. പലരും പറയുന്നു ഞങ്ങൾ മലപ്പുറംകാരനാണ്, മലപ്പുറംകാരാണ് നിങ്ങൾ, പക്ഷെ നിങ്ങൾക്ക് മലപ്പുറം സ്ലാങ് ഒന്നും വരുന്നില്ലല്ലോ. ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഇടാറുണ്ടല്ലോ. പിന്നെ അതെന്റെ നിങ്ങൾക്ക് മനസ്സിലാകാനല്ല. അതാണ് പ്രശ്നം. ഞാൻ അജാതി സാധനം ഒന്ന് കുടിച്ചു നോക്കിയാലോ? എനക്ക് മനസ്സിലാണല്ലോ. അറിയാം, ഇത് മലപ്പുറംകാരനല്ലോ. ഞാൻ ബുദ്ധിമുട്ടുള്ള മലപ്പുറം പറയാൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും ഫസ്റ്റ് കിഴി നടികർ സിനിമയുടെ റിലീസ് ഡേറ്റ്, അതായത് OTT. സിനിമ തിയേറ്ററിൽ വന്നതാണല്ലോ, എന്താ സംഭവിച്ചതെന്ന് അറിയാമല്ലോ. എന്തായാലും നെറ്റ്ഫ്ലിക്സിലാണ് സിനിമ സ്ട്രീമിംഗ് തുടങ്ങുന്നത്. ജൂൺ 27-നാണ് വരുന്നത്. ഓക്കെ, നടികർ അന്ന് ഊക്ക് വേറെ അല്ലേ? തീർച്ചയായിട്ടും പാവം. അങ്ങനെയുള്ള ഫസ്റ്റ് രണ്ടാമത്തെ കിഴി സിക്കന്ദർ. എടാ ഇത് മലപ്പുറം സ്ലാങ് പറയടാ. അല്ല, ഇത് മലപ്പുറം നമ്മളെ ഭാഷ പറയും. നമ്മളെ ഭാഷ സിക്കന്ദർ എന്നല്ല, കിഴി എന്നൊക്കെ മാറ്റി കിജ് എന്നൊക്കെ പറയും. അല്ല പിന്നെ സിക്കന്ദർ സിനിമയില് കരീന കപൂർ പ്രധാന വേഷത്തിലുണ്ട് എന്നാണ് കേൾക്കുന്നത് കേട്ടോ. കരീന കപൂറിന് എങ്ങനെ മലപ്പുറം പറയാ? അതാ പറഞ്ഞ ഇതൊക്കെ എങ്ങനെ ഞാൻ മലപ്പുറം ഭാഷ കരീന എന്നൊക്കെ പറയാൻ പറ്റുമോ? ഓക്കെ, അടുത്ത കിഴി OG. പവൻ കല്യാൺ നായകനാവുന്ന സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് 90 കോടിക്കാണ് വിറ്റുപോയിരിക്കുന്നത് എന്നുള്ളതാണ് റൂമേഴ്സ്. ഇതിന്റെ ഹൈപ്പ് നിജമാണ്. നിജം. ഇത് ശരിക്കുണ്ട് കേട്ടോ, അതിനുള്ള മുതലുണ്ടോ? കാരണം അമ്മാതിരി ഹൈപ്പാണ് അതിന് പവൻ കല്യാണിന്റെ OGക്ക്. അടുത്തത് മമ്മൂക്ക ഗൗതം മേനോൻ മൂവി. ഓക്കെ, സിനിമ ജൂൺ 15-ന് ശേഷവും ഷൂട്ട് തുടങ്ങും എന്നാണ് കേൾക്കുന്നത്, ചെന്നൈയിൽ വെച്ചിട്ട് കേട്ടോ. യെസ്, പൂജ 15-ന് ഉണ്ടാവും എന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇതെന്താ പറയുക, ലൊക്കേഷൻ ഹണ്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചില കാരണങ്ങളാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയേക്കാം, അതുകൊണ്ട് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. 2 ദിവസമൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ. 1-ാം തീയതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് മാറി. പിന്നെ ഗൗതം, അത് മാത്രമല്ല ഗൗതം മേനോനല്ലേ ഉഴപ്പിന്റെ ആശാനാണ്. റിലീസ് തന്നെ വൈകും. പിന്നെ ആ ചെങ്ങായി ഒടുക്കത്തെ വായ്പാണ് പറഞ്ഞില്ലേ, ആ ചെങ്ങായി ഒടുക്കത്തെ വായ്പാണ്. ഓക്കെ, മമ്മൂട്ടി കമ്പനി ആയതുകൊണ്ട് ചെറിയൊരു പ്രതീക്ഷ പറയാൻ പറ്റില്ല. ഓക്കെ, അടുത്ത കീഴി അജിത് ശങ്കർ മൂവി. അതായത് ശങ്കർ നമ്മുടെ അജിത്തിനെ വെച്ച് സിനിമ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് വിവരം. ബിഗ് റൂമേഴ്സ്. ഇതൊക്കെ എപ്പോഴാണോ ശങ്കർ ചെയ്യുക? ശങ്കറിന് പറഞ്ഞു വരുമ്പോൾ എല്ലാം പറയണല്ലോ. അതായത് ഇന്ത്യൻ 2 ചെയ്യാനായിട്ട് നിന്നു, അതിൻ്റെ കൂടെ നൈസായിട്ട് 3 കൂടി ചെയ്ത് വെച്ച ആളാ. അതെ, അതിന്റെ കൂടെ തന്നെ ഗെയിം ചേഞ്ചർ ഷൂട്ട് ചെയ്ത് അത് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. എന്നിട്ട് അതിലെ രാംചരനെ പിടിച്ചിട്ട് അതായത് ഇന്ത്യൻ 3-ലേക്ക് കൊടുക്കുന്നു. ഇന്ത്യൻ 3-ലെ കമലഹാസൻ എടുത്തിട്ട് അതിലേക്ക് ഇടുന്നു. അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞു, എന്തൊക്കെ കളികളാ കളിക്കണത്, എന്തൊക്കെയാ കളികൾ. വല്ലാത്ത ചങ്ങായി. വല്ലാത്ത ചങ്ങായി. എമ്പുരാൻ സിനിമയുടെ ലൊക്കേഷൻ സ്റ്റിൽ ദൈവമേ ഗുജറാത്തിലെ ഒരു സെറ്റാണ്. സെറ്റ് ഒരു 1.5 ഐറ്റം സാധനം കേട്ടോ. അതെ, ഇതെന്താ കൊട്ടാരം തന്നെയാണ്, ഖുറേഷിയുടെ കൊട്ടാരം. അത് ഉറപ്പല്ലേ? കൊടൂരം എന്താണോ ഉദ്ദേശം? കുളിക്കളാണോ? ഖുറേഷിന്റെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ടേ ഒരു സൈഡിൽ നിന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി വല്ല വില്ലന്റെ ആണോ?
പറയാൻ പറ്റില്ല. അവിടെ പോയിട്ട് നിരപ്പാക്കിയിട്ട് ആ സാമ്രാജ്യം തന്നെ കത്തിച്ചില്ലാക്കിയിട്ട് നിരപ്പാക്കുന്നതാണെങ്കിലും എന്താണെങ്കിലും പൊളിക്കലാണല്ലോ കുറേശ്ശി. എന്തായാലും പൊളിയാണ് അവിടെ. അങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ പൊളിച്ചെടുക്കും. ഞങ്ങൾ ഒരേ പൊളിയായിരിക്കും. ഓക്കെ, അടുത്ത കിഴി. പടച്ചോനെ, നിങ്ങൾ കാത്തുപൊളിയോ. ഇച്ച് വലുത് കിട്ടിക്കണ ഞങ്ങള് കൽക്കി. ഇച്ചിഞ്ഞ് കുറച്ച് ജാടയൊക്കെ ആകാം. ജാട, പച്ചയായ ജാട. കൽക്കി സിനിമയുടെ നമ്മുടെ കമൽഹാസന്റെ ഡബ്ബിങ് നടന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റിൽസ് നന്നായിട്ടൊക്കെ ചെയ്യണേ. എന്തായാലും 2 പാർട്ടിലും കമൽഹാസനുണ്ട്. പാർട്ട് 1 ആളുടെ ഡ്യൂറേഷൻ 19 മിനിറ്റ് ആണെന്നുള്ളതാണ് കേൾക്കുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ പാർട്ടിൽ 1 മണിക്കൂറും 5 മിനിറ്റും ആളുടെ ടോട്ടൽ സ്ക്രീൻ സ്പേസ് ഉണ്ടാവുന്നുള്ളതാണ്. അപ്പോൾ സെക്കൻഡിലാണ് വിളയാട്ടം. അതിനുള്ള തുടക്കം മാത്രമാണ് ഫസ്റ്റിൽ. എനിക്ക് വയ്യ, വെജ. അടുത്തത് വിടാമുയർച്ചി. സിനിമയുടെ ഫൈനൽ ഷെഡ്യൂൾ ജൂൺ 20 തുടങ്ങും. ഓക്കെ, അസർബൈജാൻ തന്നെ ആയിരിക്കാനാണ് ചാൻസ്. പറഞ്ഞിട്ടില്ല കേട്ടോ, പുറത്തു വിട്ടിട്ടില്ല ലൊക്കേഷൻ. എന്തായാലും നോക്കാം. ഓക്കെ, എന്തായാലും 2 സിനിമ ഒരുമിച്ച് സംഭവിക്കുന്ന ഒരു അപൂർവ നിമിഷമാണ്. പണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അജിത്ത്. പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു സിനിമ അത് തീർന്ന് ഇത്ര ഡേറ്റ് മറ്റേ എന്താ പറയാ റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷമാണ് അടുത്ത് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പോ 2 ഒരുമിച്ചാണ്. അതായത് ഗുഡ് ബാഡ് അഗ്ലിയും വിടാമുയർച്ചി. എന്തായാലും അടുത്ത കിഴി ലാലേട്ടൻ, ബേസിൽ ജോസഫ്, സുഷീൻ ഷാ. ഓക്കെ, ആശീർവാദ് സിനിമാസ്. എന്തായാലും വമ്പൻ റൂമർ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നു. കേൾക്കുന്നത് ശരിയാണെങ്കിൽ ഒരു വലിയ സംഭവമാണ് നടക്കാൻ പോകുന്നത്. ബേസിൽ ജോസഫും ലാലേട്ടനും ഒരുമിക്കുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് ഒരുക്കുന്നത് നമ്മുടെ ഗുരുവായൂർ അമ്പല നടയിൽ ദീപു പ്രദീപ്. അങ്ങനെ ഒരു സിനിമ വന്നിട്ടുണ്ടെങ്കിൽ വിളയാട്ടമായിരിക്കും. പ്രത്യേകിച്ച് കോമഡി സിനിമ കാണല്ലേ. ഓവറാക്കണ്ട. അതെ, മിനിമം ഗ്യാരണ്ടി. ഗുരുവായൂർ അമ്പല നടയിൽ പോകണ്ട. അതിന്റെ ഫസ്റ്റ് ഹാഫില്ലേ അതേപോലത്തെ. അടുത്തത് മമ്മൂക്ക, അഭിനവ് സുന്ദർ നായക്. ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവി പ്ലാനിങ് ആണെന്നുള്ള റൂമറുകൾ അതിശക്തമായിട്ട് തന്നെ വരുന്നുണ്ട്. ഓക്കെ, നിനക്ക് മാത്രല്ലടാ, എനിക്കും കിട്ടും. എനിക്കുണ്ടാ പിഴി. എവിടെ കിഴി? പഴി. അപ്പൊ നിനക്കല്ലേ? പഴിയല്ല, വഴി. എന്റർടൈൻമെന്റ് വഴി. അതായത് വർഷങ്ങൾക്ക് ശേഷം സിനിമയിലെ നമ്മളെ ചെറുതായിട്ട് നമ്മളന്ന് റിവ്യൂ പറയുന്നിടത്ത് നീ ഭയങ്കര വിഷമിച്ചായിരുന്നല്ലോ. അതെ, നമ്മളെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനത് മനഃപൂർവ്വം പറയാറുണ്ടാണ്. ഞാൻ അന്ന് വായിച്ചതേ പഴി എന്നാണ്. അതുകൊണ്ട് പറയാറുണ്ട് എന്റർടൈൻമെന്റ് വഴി എന്നാണ്. അപ്പൊ പിന്നെ വിഷയമല്ല, പറയാലോ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കാന്ന് കരുതിയതാ. ഓക്കെ, അടുത്ത കിഴി L360. സിനിമയുടെ ടൈറ്റില് എന്തായി അണ്ണ എന്ന് നമ്മുടെ തരുൺമൂർത്തിയോടൊരു ചോദ്യം. അപ്പോൾ തരുൺമൂർത്തി മറുപടി സെറ്റാണ്, അത് കിട്ടിയിട്ടുണ്ട് അണ്ണാന്ന് തിരിച്ച്. എന്തായാലും ബിഗ് അപ്ഡേറ്റ് ആണല്ലോ. അപ്പോൾ ടൈറ്റിൽ എന്തായാലും ലോക്കാണ്. ഇനി അതെന്താണെന്നുള്ളത് അങ്ങ് പുറത്ത് വിട്ടാൽ മതി. തീർച്ചയായിട്ടും. ഓക്കെ, അടുത്തത് ജീനി സിനിമയുടെ 90% ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജയൻ രവി നായകനാവുന്ന സിനിമയാണ്. സിനിമ ഓഗസ്റ്റ് ലാസ്റ്റോടുകൂടി റിലീസിന് എത്തിക്കാനാണ് പ്ലാൻ ചെയ്യുന്നതെന്നാണ് കേൾക്കുന്നത്. ഓക്കെ, അടുത്ത കിഴി അഡിയോസ് അമിഗോ. സിനിമയുടെ ഡബ്ബിങ് നടന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റില്ല്. ഓക്കെ, നമ്മുടെ ആസിഫ് അലി, സുരാജ് വെഞ്ഞാറമൂട് ഇവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ഒരു പ്രതീക്ഷയുള്ള സിനിമയാണ്. ഓക്കെ, അടുത്തത് മലപ്പുറം സ്ലാങ് വിട്ട് പോയല്ലോ. അടുത്തത് സൂര്യ 44 രാജതന്ത്രം. സിനിമയുടെ ടൈറ്റിൽ അതായിരിക്കുമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. സംഭവം ലീക്ക് ആയതാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ വേറെ അതിനേക്കാളും കിട്ടുന്ന ഒരു പേര് വരട്ടെ. രാജതന്ത്രം കൊള്ളാം, നൈസാണ്. എന്താണെങ്കിലും കുറച്ച് ലൊക്കേഷൻ സ്റ്റീൽസ് ആൻഡമാൻ നിക്കോബാർ. ഇതിന്റെ ശരിക്കുള്ള സ്വഭാവം എന്ത് തേങ്ങ സ്വഭാവം കാണാൻ എനിക്ക് മലപ്പുറം വരുന്നില്ലല്ലോ. എനിക്ക് വരൂലല്ലോ. വരാത്തൊരാളെ വിളിക്കുന്ന വരാത്തൊരാളെ
ഓക്കെ, എന്തായാലും കിഴി എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്തായാലും മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ഈ നായിനെ എവിടെയെങ്കിലും കൊണ്ടുപോകണം. ബൈ കൊടുക്കും. ബൈ.